കുംഭമേളയിലേക്ക്, ഭാരതത്തിൻ്റെ ആത്മാവിലേക്ക്, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ആത്മീയതയെ തൊട്ടറിയാനുള്ള യാത്രയാണ് കുംഭമേള. വിദേശികൾ പോലും ഭാരതത്തെ അറിയുന്നതിനും ഭാരതത്തിൻ്റെ ആത്മീയതയുടെ ആഴങ്ങൾ അനുഭവിച്ചറിയുന്നതിനുമായി പ്രയാഗിലെത്തുമ്പോൾ അവിടെ എത്തിയിരിക്കുന്ന താപസ ശ്രേഷ്ഠന്മാരിൽ നിന്നും അറിവും ആശീർവാദങ്ങളും നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ സ്വദേശവാസികളായ മാധ്യമപ്രവർത്തകർ പായുന്നത് മാല വിൽക്കുന്ന പെൺകുട്ടിയുടെ അടുത്തേക്ക്, IT സ്വാമിയുടെ അടുത്തേക്ക്, നാഗസന്യാസിമാരുടെ നഗ്നത ലോകത്തിനു മുമ്പിൽ തുറന്നു കാട്ടി ഞങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ ആത്മീയത നാണം കെട്ടതാണെന്ന് സ്ഥിരീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നാഗസന്യാസിമാരെയോ അവിടെ എത്തിയിരിക്കുന്ന ഏതെങ്കിലും സന്യാസിമാരെയോ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ രാഷ്ട്രത്തെ പരിഹസിക്കുമ്പോൾ മനസ്സിലാക്കുക, പരിഹസിക്കപ്പെടുന്നത് രാഷ്ട്രമല്ല, നിങ്ങൾ തന്നെയാണ്. രാഷ്ട്രത്തെ കളിയാക്കിയും പുച്ഛിച്ചും ആനന്ദം തേടുന്നവർക്ക് ഏറ്റവും ഉചിതമായ ശബ്ദം അല്ലെങ്കിൽ പേര് രാജ്യദ്രോഹി എന്ന് തന്നാണ്. ഒരു സാധാരണ മനുഷ്യൻ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ശബ്ദമാണിത്. ഹരഹര മഹാദേവ് എന്ന മന്ത്രം ചൊല്ലി കുംഭമേളയിലേക്ക് നടന്നു വരുന്ന നാഗസന്യാസിയുടെ അരികിലേക്ക് ഉടുവസ്ത്രവുമായി പിറവികൊണ്ട് ലോകത്തെ ഉദ്ധരിക്കാൻ ശ്രമിക്കുന്ന ഒരു റിപ്പോർട്ടർ കളിയാക്കാൻ തുടങ്ങിയ കാഴ്ച നമ്മൾ കണ്ടതല്ലേ? താങ്കൾ നഗ്നസന്യാസിയല്ലേ, മറ്റ് സന്യാസിമാർ വസ്ത്രം ധരിച്ചിട്ടില്ലല്ലോ എന്നും മറ്റും അവർ പറഞ്ഞതിന് ശേഷം എന്താണുണ്ടായതെന്ന് ലോകം കണ്ടു. ചാരം പൂശിയ നഗ്നത ലോകത്തിനു മുമ്പിൽ ഇന്ത്യയെ നാണം കെടുത്തുമോ? കുംഭമേളയുടെ വഴികളിൽ നിന്നും കേൾക്കുന്ന വിമർശനത്തിൻ്റെ ചോദ്യമാണിത്. ഒരിക്കലൊരു വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന് 3 പീസ് സൂട്ടുകൾക്കിടയിൽ കാണപ്പെട്ട അർദ്ധനഗ്നനായ സന്യാസിയായിരുന്നു നമ്മുടെ രാഷ്ട്രീയ അടയാളം. നഗ്നത എന്നു മുതൽക്കാണ് നമുക്ക് നാണക്കേടായത്? സ്വാതന്ത്ര്യത്തിൻ്റെ പരമവൈഭവമാണ് നഗ്നത. ഭൗതികമായും ആത്മീയമായും അങ്ങനെ തന്നെ. അകവസ്ത്രമൂരിക്കത്തിച്ച് ആഘോഷിക്കുന്ന സ്ത്രീ സ്വാതന്ത്ര്യവാദികളും നൂഡ് ബീച്ചുകളിൽ പുളയ്ക്കുന്ന വിനോദിനികളും ആ ഭൗതിക സ്വാതന്ത്ര്യത്തിൻ്റെ പരമരസം നുണയുന്നവരാണ്. നഗ്നത അവൻ്റെ ദാരിദ്ര്യത്തിൻ്റെ അടയാളമല്ല, പ്രപഞ്ചബോധത്തിൻ്റെ വിളംബരമാണ്. ഞാൻ ബോധത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും രൂപമാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കുന്നു. മറയ്ക്കാനൊന്നുമില്ലാത്ത ഇടത്ത് അഹമേവ വിശ്വതനു എന്ന ആത്മബോധത്തോടെ നഗ്നനായി സഞ്ചരിക്കുന്നു. സന്യാസം സ്വീകരിക്കുന്ന അവസ്ഥയിൽ നരൻ നാരായണനിലേക്ക് പരിവർത്തനപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സന്യാസിമാരെ കാണുമ്പോൾ ഓം നമോ നാരായണായ നമ എന്ന് പറയുന്നു. ഭാരതം അറിവും ഐശ്വര്യവും കൊണ്ട് ലോകത്തെ ഭ്രമിപ്പിക്കുകയും ആകർഷിക്കുകയും ചെയ്തിട്ടുണ്ട്. യൂറോപ്പിൻ്റെയും മധ്യേഷ്യയുടെയും അത്യാർത്ഥികളെ സമ്പത്ത് കൊണ്ട് ആകർഷിച്ച കാലങ്ങളുണ്ട്. അക്രമികളും സഞ്ചാരികളുമായി അനേകരിവിടെ വന്നു പോയത് ആ കാലങ്ങളിലാണ്. ഒടുവിൽ ഗംഗയുടെ തീരങ്ങളെ പിഴിഞ്ഞു കുടിച്ച് തെംസിൻ്റെ തീരങ്ങൾ തടിച്ചു കൊഴുക്കുന്നതുവരെ അത് തുടർന്നു. ചടച്ച് മെല്ലിച്ച് ദരിദ്രയായ ഇന്ത്യ പിന്നെയും ലോകത്തെ ആകർഷിച്ചത് അതിൻ്റെ ആത്മീയതയിൽ കൂടെയായിരുന്നു. അവിടെ നിന്നുയർന്നു കേട്ട ത്യാഗമെന്ന വാക്ക് അതിൻ്റെ തീഷ്ണ സൗന്ദര്യത്താൽ ലോകത്തിൻ്റെ ദുരാർത്ഥികളെ ലജ്ജിപ്പിക്കുകയും എരിച്ച് ഭസ്മമാക്കുകയും ചെയ്തു. ആ ആത്മീയതയാണ് ചാരം പൂശി നഗ്നമായി ഗംഗയിലേക്ക് നടക്കുന്നത്. കൊളംബോ മുതൽ അൽമോറ വരെയും 7ാം കടൽ കടന്നും ഒരു യുവയോഗി അത് പ്രസംഗിച്ച് നടന്നിരുന്നു. ലോകം അനശ്വരതയുടെ വാഗാർത്ഥത്തിൽ ഭ്രമിക്കപ്പെട്ടത് അന്നാണ്. പാപികളെ എന്ന് വിളിക്കുന്നതിന് പകരം അമൃതസ്യ പുത്ര എന്ന് സംബോധന ചെയ്യപ്പെട്ടത് അന്നാണ്. അമേരിക്ക എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചത് അന്നാണ്. അമൃത് വിമോഹനമായ ഒരു വാക്കാണ്. അത് നിത്യതയുമായി ഇണചേർന്നിരിക്കുന്നു. നശ്വരമായ ലോകത്തിനെ അത് സനാതനമാക്കി മാറ്റുന്നു. ആ അമൃത കലശങ്ങളുടെ സ്മരണകൾ തൻ ദൂരസാഗരം തേടുന്ന ഹൃദയരേഖകളുടെ സഞ്ചാരമാണ് കുംഭമേള. തികച്ചും സനാതനമായ ഒന്ന്. ആദിഗുരുവിൻ്റെ ജടാകടാഹ സംഭ്രമങ്ങളിൽ നിന്ന് ഉഴറിയൊഴുകിയ ജ്ഞാനഗംഗ ദ്വാപര സ്മരണകളുടെ കേശവാംശ പ്രവാഹിനിയായ യമുനയെ അദൃശ്യബോധധാരയായി ഒഴുകിപ്പടരുന്ന സരസ്വതിയുമായി കണ്ടുമുട്ടുന്ന വിശുദ്ധഘട്ടമാണ് പ്രയാഗ്. ജ്ഞാനവും ഭക്തിയും വിശുദ്ധിയും ഒന്നിച്ചൊന്നായി ചേരുന്ന ഇടം. ജ്യോതിർഗോളങ്ങളുടെ സ്ഥാനങ്ങൾക്കുമപ്പുറം ഈ ഭാവാത്മകത കുംഭമേളയെ ആത്മീയമാക്കി മാറ്റുന്നു. കേവലം കുളിക്കടവല്ല അത്. ലോകത്തെ ആകർഷിച്ച എല്ലാ രത്നങ്ങൾക്കും അപ്പുറത്ത് അത് ചാരം കൊണ്ട് മൂല്യവത്താകുന്നത് അങ്ങനെയാണ്. പട്ടുകുപ്പായങ്ങളെ നഗ്നതയുടെ താണ്ഡവം ചെയ്യിക്കുന്നത് അങ്ങനെയാണ്. ജനിച്ചു വളർന്ന് നരച്ച് നശിച്ചു പോകുന്ന ശരീരമെന്ന ബോധത്തെ ഇല്ലായ്മ ചെയ്ത് നഗ്നമായ ആത്മബോധത്തിൻ്റെ അഭൗമപ്രഭയിൽ ആറാടുവാൻ കുംഭമേള ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം.